ഹലോ ഹലോ മൈ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു ഫ്രൂട്ട് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ പേരൊന്നും നമുക്കറിയില്ല കേട്ടോ. ഇത് ഇവിടുന്ന് നമ്മളെ നെയ്ബറല്ലേ നെയ്ബർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടോ ഈ ഒരു പഴം കാണുന്നത്. നമ്മളെ നാട്ടിലൊന്നും ഇത് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഗാഗ് ഫ്രൂട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലെ കനി എന്നാണ് ഇതിന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയണം. ഇത് നമ്മൾ സാധാരണ ജ്യൂസൊക്കെ അടിക്കാമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ യെല്ലോ കളറിലാണ് ഉള്ളത്. ഈ ഫ്രൂട്ടിൻ്റെ സ്കിന്ന് കണ്ടോ, ഭയങ്കര ഒരു മുള്ളൊക്കെ ഉള്ള പോലെ ഉണ്ട്. പക്ഷേ എന്നാലും അത്രയ്ക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇത് മുഴുവനും പഴുത്തിട്ടില്ലാത്ത കായാണ് കേട്ടോ. ഇതിൻ്റെ തുടക്കത്തിൽ ഇത് ഗ്രീൻ കളറിലാണ് കേട്ടോ ഉണ്ടാവുക. പിന്നെ അത് മഞ്ഞ കളറായി മാറും, പിന്നെ റെഡിലേക്ക് മാറുകയാണ് ചെയ്യുക. ഇതൊരു വള്ളിച്ചെടിയായിട്ടാണ് കേട്ടോ കാണുക. മാത്രമല്ല ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ഒക്കെ ഇലയില്ലേ, അതേപോലെയാണ് ഉള്ളത്. ഇതിൻ്റെ ഉള്ളിലുള്ള സീഡ് വെച്ചിട്ട് ഓയിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണിത്. നമുക്കിതിന് മാർക്കറ്റിൽ 1 കിലോയ്ക്ക് 1000 രൂപ മുതലാണ് കേട്ടോ സ്റ്റാർട്ടിങ് റേറ്റ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ ടേസ്റ്റ് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇനി ഒരുപാട് കൈകൾ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വാരി കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും കഴിച്ചോട്ടെ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഉള്ളിലിങ്ങനെ റെഡ് കളറാണ്, നല്ല ഒരു ഭംഗിയുള്ളൊരു റെഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. കാരണം തൊലി ഒരു ഓറഞ്ച് കളറും ഉൾഭാഗം ഇങ്ങനെ റെഡ് കളറുമായിട്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ആ ടേസ്റ്റ് ഇവർ പറഞ്ഞത് പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഇല്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അങ്ങനെ ഞാനും ആ ഫ്രൂട്ട് കഴിച്ചു നോക്കി കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ടേസ്റ്റൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു പൾപ്പുണ്ട്. അത് എല്ലാവരുടെയും വിചാരം ഇത് നല്ല മധുരം അല്ലെങ്കിൽ കയ്പ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഇല്ല കേട്ടോ. നമ്മളിങ്ങനെ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏറ്റവും നല്ല എന്താ പറയുക, വിറ്റാമിൻ സിയും എയും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ ഇതിൻ്റെ ഇല വെച്ചിട്ടും അതുപോലെ ഇതിൻ്റെ പച്ചക്കായ വെച്ചിട്ടും നമുക്ക് തോരനൊക്കെ ഉണ്ടാക്കാം. ഇനിയിപ്പോൾ എന്തായാലും 2-3 ഫ്രൂട്ടും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കെല്ലാം കൂടെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അങ്ങനെ ഈ മധുരം ഇല്ലാത്തതുകൊണ്ട് ആർക്കും അങ്ങനെ ഇഷ്ടമായിട്ടില്ല, അതാണ് സംഭവം. അപ്പോൾ ഇനി അതിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു ഷേക്ക് അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി അതിനുള്ള പരിപാടിയാണ്. കേരളത്തിൽ പല വീടുകളിൽ ഇത് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഫ്രൂട്ട് ആരെങ്കിലുമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ വേറൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ബൈ.